ഹായ് ഹലോ എല്ലാവർക്കും ബിഗ് ബോസ് സീസൺ 7 അപ്ഡേറ്റിലേക്ക് സ്വാഗതം. അപ്ഡേറ്റ് എന്ന് പറഞ്ഞ വാക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പകരം നമുക്ക് എവിക്ഷൻ ആൻഡ് മിഡ് വീക്ക് എവിക്ഷൻ ഇവാലുവേഷൻ നമുക്ക് അങ്ങനെ നോക്കാം അല്ലേ. നമുക്കറിയാം മിഡ് വീക്ക് എവിക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു സെഗ്മെന്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ്. അതുപോലെ തന്നെ എവിക്ഷൻ എന്നും എപ്പോഴും ഉള്ളത് തന്നെയാണ്. ഇവിടെ മിഡ് വീക്ക് എവിക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തെരഞ്ഞെടുത്ത് ഇങ്ങനെയായിരുന്നു: നിങ്ങൾക്ക് ഈ വീട്ടിൽ നിന്ന് പോകാൻ അർഹതയില്ല എന്ന് തോന്നുന്ന ആൾക്കാരെ സെലക്ട് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ സെലക്ട് ചെയ്തതാണ് റെന, സരിക, രേണു, ഒനീൽ, സരിക, അനീഷ്, ഇത്രയും പേരെ സെലക്ട് ചെയ്തു. ഇത് മിഡ് വീക്ക് എവിക്ഷൻ ആണ് എന്ന് പറഞ്ഞിട്ടാണ് ഇവർ ഇത്രയും പേരെ സെലക്ട് ചെയ്തത് കേട്ടോ. പണിഷ്മെന്റിന്റെ കാര്യമൊന്നും പറഞ്ഞിട്ടുണ്ടായില്ല. എവിക്ഷൻ പ്രക്രിയയിലോട്ട് വന്നപ്പോ അവിടെ സൈത്യ, അപ്പാനി, ജിസേൽ, നിവിൻ, ബിന്നി, ആർജെ, ബിൻസി, ആര്യൻ, അനുമോൾ ആൻഡ് അഖിലാൻ നൂറ, ഇത്രയും പേര് അവിടെ എവിക്ഷനിലും വന്നു. ഇവിടെ ഒരു ട്വിസ്റ്റ് ബിഗ് ബോസ് കൊണ്ടുവന്നു. മറ്റൊന്നും ആയിരുന്നില്ല. ഇവിടെ മിഡ് വീക്ക് എവിക്ഷൻ സസ്പെൻഡിലോട്ട് മാറ്റി. സസ്പെൻഡിലോട്ട് മാറ്റിയപ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ ഇവരെ എവിക്റ്റ് ആവുകയല്ല ചെയ്യുക. ഇവരുടെ പെർഫോമൻസ് അനുസരിച്ച് രണ്ട് വ്യക്തികൾ എന്ത് ചെയ്യപ്പെടും, ഒരു റൂമിലോട്ട് മാറ്റപ്പെടും. അവിടെ സൗണ്ടോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുമായിരിക്കും കേട്ടോ, അതൊക്കെ കൊടുക്കുമല്ലോ. പകരം കമ്മ്യൂണിക്കേഷൻസ് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ഇവരെ കുറിച്ച് നമുക്കും അറിയാൻ പറ്റില്ല, നമ്മളെ കുറിച്ച് അവർക്കും അറിയാൻ പറ്റില്ല. ഇവർ സസ്പെൻഡ് ചെയ്യപ്പെട്ട് അവിടെ ഇരിക്കും. പക്ഷെ ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ആയിട്ട് നിലവിൽ അവരവിടെ ഉണ്ട് എന്നുള്ളത് നമ്മൾക്ക് അറിയാം. അവർ പുറത്തായിട്ടില്ല. പക്ഷേ അവിടെയല്ലേ വലിയ ട്വിസ്റ്റ് കിടക്കുന്നത്. നമ്മുടെ ഈ ലിസ്റ്റ് നോക്ക്: ശൈത്യ, അപ്പാനി, ജസീൽ, നവീൻ, ബിന്നി, ആർജെ, ബിൻസി, ആര്യൻ, അനുമോൾ, ആദില, നൂറ. ഫസ്റ്റ് ഇതിനകത്ത് കുറെ പേര് ആക്റ്റീവ് അല്ലായിരുന്നു. പക്ഷെ സെക്കൻഡ് വീക്ക് ആയപ്പോഴേക്കും ഇതില് ഈ പറഞ്ഞ വായിച്ചേക്കുന്ന എല്ലാ കണ്ടസ്റ്റൻസും അവരുടെ എഫേർട്ട് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് നല്ല രീതിയിൽ. ഇപ്പൊ ആര്യനാണെങ്കിലും അനുമോളൊക്കെ ആണെങ്കിലും ജിസയിലാണെങ്കിലൊക്കെ അവർ വന്ന ദിവസങ്ങളിൽ തന്നെ അവരുടെ ഗെയിം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ശൈത്യ, അതുപോലെ തന്നെ ആദില, നൂറ, നിവിൻ, ഇവരൊക്കെ ഓരോ ദിവസം കഴിയുന്തോറാണ് അവരുടെ പെർഫോമൻസ് എടുക്കുന്നത്. ഇപ്പൊക്കെ അവർ ഏകദേശം ആ ട്രാക്കിൽ വന്നിട്ടുണ്ട്. ആ ട്രാക്കിൽ നിന്നാണ് നമുക്ക് ഒരാളെ നഷ്ടപ്പെടാൻ പോണത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അതൊരു എന്താ പറയാ, ഒരു അൺഫെയർ ആയിട്ടാണ് തോന്നിയത്. കാരണം എവിക്റ്റ് ആയി പോകാൻ അർഹതയുള്ളവര് ശരിക്കും മിഡ് വീക്ക് എവിക്ഷന്റെ ലിസ്റ്റിനകത്ത് ഉണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ ഒന്നുകൂടി പേര് വായിക്കാം: റെന, സരിക, രേണു, ഒനീൽ, ഷാരിക ആൻഡ് അനീഷ്. ഇതിനകത്ത് അനീഷ് ഒരിക്കലും ഔട്ടായി പോകേണ്ട ഒരാളല്ല, കണ്ടന്റ് മേക്കർ ആണ്. അതുപോലെ തന്നെ ഈ ഷാരിക, നമ്മളുടെ ഷാരിക KB, ലാലേട്ടൻ വിളിക്കുന്നില്ല കെ ബിയും കുറച്ചും കൂടി മുൻപോട്ട് പോകാനായിട്ടുള്ള ഒരു എന്താ പറയുക കരുത്തുള്ള ഒരാളാണ്. പിന്നെ റെനയിൽ നിന്നുള്ള പെർഫോമൻസ് നമ്മൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്തു. കാരണം റെന 6 വരെ, ഇന്നത്തെ ഇതിലും പറയുന്നുണ്ട്, 6 വരെ എല്ലാ സീസണും കണ്ടാലാണ് അരച്ച് കലക്കിയിട്ടുണ്ട്. പക്ഷെ തിയറിയാണ് പുള്ളിയുടെ അടുത്ത് കൂടുതൽ ഇരിക്കുന്നത്. പ്രാക്ടിക്കലിലോട്ട് അങ്ങ് എത്തുന്നുണ്ട്. അനീഷിനെ പ്രവോക്ക് ചെയ്യാനൊക്കെ റെനയ്ക്ക് പറ്റുന്നുണ്ട്. അപ്പോൾ റെനയും ഔട്ടാവേണ്ട ഒരാളല്ല. പക്ഷേ ഒനീലിനെ സംബന്ധിച്ച് ഒനീലിന് ഒരുപാട് കാര്യങ്ങൾ ആക്റ്റീവായിട്ട് പെർഫോം ചെയ്യാം. ഒനീലിന്റെ പെർഫോമൻസ് ഈ 2 ദിവസമായിട്ട് വരുന്നുണ്ട്. പക്ഷെ ഇതിൽ കൂടുതൽ ഒനിയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഉള്ള പേരാണ് നമ്മുടെ രേണു ആൻഡ് സരിക. രേണു എന്ന് പറഞ്ഞ വ്യക്തി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്ത് ഒരുപാട് ഹെയ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. ഈ ഹെയ്റ്റേഴ്സിനുള്ളൊരു മറുപടിയാണ് രേണുവിന്റെ ബിഗ് ബോസ് എൻട്രി. രേണു തന്നെ പറയുന്നുണ്ട്, ലാലേട്ടന്റെ കൈ പിടിച്ച് ബിഗ് ബോസ് ഹൗസിലോട്ട് എൻട്രി ചെയ്ത നിമിഷം ഈ ഹെയ്റ്റേഴ്സിനുള്ള മറുപടിയായി. ഹെയ്റ്റേഴ്സ് ഇപ്പോഴും അവിടെ കിടന്ന് ഹെയ്റ്റ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ രേണു അവിടെ വിൻ ചെയ്തു. രേണുവിന്റെ ആഗ്രഹം ഇത്ര ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ലാലേട്ടന്റെ കൈ പിടിച്ച് രേണു സ്റ്റേജിൽ വന്ന നിമിഷം, അതായത് ബിഗ് ബോസ് ഹൗസിലോട്ട് എൻ്റർ ആവാൻ രേണു വന്ന നിമിഷം തുടങ്ങിയിട്ട് രേണു വിജയിച്ചു. ഹെയ്റ്റേഴ്സിനുള്ള മറുപടി അവിടെ കിട്ടി. ഹെയ്റ്റേഴ്സ് ഇപ്പോഴും ഹെയ്റ്റ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ രേണു ആളുടെ ജീവിതത്തിലെ നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് കടന്നു. രേണുവിന് എനിക്ക് തോന്നുന്നു ആ ഒരു ഇൻഡക്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു BB വിന്നർ ആവാനുള്ളൊരു ഇതൊന്നും രേണുവിന്റെ മനസ്സിലില്ല എന്നാണ് എനിക്ക് തോന്നിയത്. രേണുവിന് ഈ ഒരു വിജയമാണ് ഏറ്റവും വലിയൊരു വിജയമായിട്ട് രേണു കാണുന്നതായിട്ട് എനിക്ക് രേണുവിന്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലായി. അതുപോലെ തന്നെ സരികയും എന്താ പറയാ, സരികയുടെ ഇതിൽ തന്നെ പറയുന്നുണ്ട്, വീട്ടുകാരുടെ ചലഞ്ച് ഉണ്ടായിരുന്നു, നിന്നെ കൊണ്ട് പറ്റില്ല. വീട്ടുകാരും നാട്ടുകാരും ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞത് നിന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ളത് പറഞ്ഞപ്പോൾ അവരെ ചലഞ്ച് ചെയ്ത് എത്ര ദിവസം നിൽക്കാൻ പറ്റും എന്നുള്ളൊരു ലെവലിൽ നിൽക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് മാത്രമായിട്ടാണ് എനിക്ക് കലാഭവൻ സരികേനെ തോന്നിയിട്ടുള്ളത്. കാരണം എനിക്ക് എന്തെങ്കിലും ചെയ്യണം, ബിഗ് ബോസിനകത്ത് എൻ്റെ ഒരു സ്ഥാനം ഞാൻ ഉറപ്പിക്കും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെർഫോമൻസും സരികയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല. പക്ഷേ ഇവിടെ എവിക്ഷൻ ലിസ്റ്റിലോട്ട് നോക്കുകയാണെങ്കിൽ
സ്ഥിതി വ്യത്യസ്തമാണ്. ഇവിടെ ശൈത്യ, അപ്പാന്, ജിസേൽ, നിവിൻ, ബെന്നി, RJ, ബിൻസി ആൻഡ് ആര്യൻ, അനുമോൾ ആൻഡ് ആദിലാൻ, നൂറ. ഇവിടെ ഇതിൽ പല ആൾക്കാരും ഗെയിമിലോട്ട് ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആയിട്ടുണ്ട്. എല്ലാവരും ട്രാക്കിൽ എത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് ശൈത്യനാണ് എല്ലാവരും ആക്റ്റീവ് അല്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ശൈത്യ ഇപ്പൊ നല്ല രീതിയിൽ ആക്റ്റീവ് ആയിട്ടുണ്ട്. അപ്പാനും ഓൾവേസ് നമ്മുടെ ദേഷ്യമൊക്കെ കാണിച്ച് എപ്പോഴും സ്ക്രീനിനകത്ത് ഉണ്ട്. ജിസേൽ അവരുടേതായിട്ടുള്ള ഒരു ഗെയിം എടുക്കുന്നുണ്ട് നല്ല രീതിയിൽ. റൂൾസ് ഒരുപാട് ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഒരു BB മെറ്റീരിയൽ അവൻ എന്താ പറയുക ഒരു കപ്പാസിറ്റി ഉള്ള ഒരാളാണ്. എല്ലാ കാര്യങ്ങളിനകത്ത് ഇൻവോൾവ് ആവാനും അവരുടെ സ്റ്റാൻഡ് എടുത്ത് മുന്നോട്ട് പോകാനൊക്കെ സാധിക്കുന്ന ഒരാളാണ്. അവര് ഏകദേശം ട്രാക്കിൽ തന്നെയാണ് ഇതിനകത്തുള്ളത്. പിന്നെ നിവിന്റെ ഗ്രാഫ് നമുക്ക് നോക്കാം. നിവിൻ ഒരിക്കലും പെട്ടെന്ന് തന്നെ ഒരു റോൾ ഉണ്ടാക്കിയല്ല. നിവിൻ കാലെടുത്ത് വെച്ചപ്പോ ഇതാരടാ ഇത്, എന്താണ് ഇവൻ ഇങ്ങനെ എന്ന് ചിന്തിച്ചവരെ കൊണ്ട് ആഹാ ഇവനാള് കൊള്ളാലോ, ഇവനെ കണ്ടിരിക്കാൻ നല്ല രസമുണ്ടല്ലോ എന്ന് പറയണ തരത്തിലോട്ട് നിവിന്റെ പെർഫോമൻസ് നിവിൻ മാറ്റിയിട്ടുണ്ട്. ഒരു എന്റർടൈനറാണ് നിവിന് അവന്റെ പ്ലസും മൈനസൊക്കെ നന്നായിട്ട് അറിയാം. ഒരു വെൽ പ്ലാനോട് കൂടിയിട്ടാണ് നിവിൻ ഇതിലോട്ട് കാലെടുത്ത് വെച്ചതെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സ്ഥലത്ത് പറയാനും രസമാണ്. ഗ്ലാസ് ഇന്നലെ വെസൽ ക്ലീനിങ്ങിനകത്ത് നിവിനുള്ളപ്പോൾ നിവിൻ കഴുകില്ല, പാത്രങ്ങളൊന്നും കഴുകില്ല. പക്ഷെ അതിന് മുന്നത്തെ ആഴ്ച നിവിൻ കുടിച്ച ഗ്ലാസ് ഒക്കെ എടുത്തുകൊണ്ടേ കഴുകേണ്ട അവസ്ഥ ബാക്കിയുള്ളവർക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഒരു കണ്ടന്റ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരാളാണ്. ഒരുപാട് മുന്നോട്ട് പോകാൻ പൊട്ടൻഷ്യൽ ഉള്ള ആളാണ്. ഇന്നലത്തെ ഗെയിം അത്ര ആക്റ്റീവായിട്ട് കളിക്കുന്നത് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ബിന്നി ഒരു സൈലന്റ് എന്താ പറയാ കില്ലർ എന്നൊക്കെ പറയില്ല, അമ്മാതിരി ഒരാളാണ്. നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒരു അറക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുമ്പോൾ ബിന്നിയുടെ ഭാഗത്തുനിന്നായിരിക്കും അല്ല അടിപൊളി സാധനം തന്നെ. ഇന്നലെ ആ ഒരു കിച്ചണിനകത്ത് വഴക്കും കാര്യങ്ങളുണ്ടായപ്പോ ബിന്നി അവിടെ നൈസായിട്ട് ചോദിക്കുന്നുണ്ട് എനിക്ക് വിശക്കുന്ന ഭക്ഷണം എന്തായോ. അപ്പൊ അനീഷ് പറയുന്നുണ്ട് വായു ഭക്ഷിക്ക് അല്ലെങ്കിൽ വെള്ളം എടുത്ത് കുടിക്കുന്നൊക്കെ. ബിന്നിക്ക് അറിയാം എന്തെവിടെ ചോദിച്ചാൽ പ്രവോക്കാവും, അവിടെ സ്ക്രീൻ സ്പേസ് കിട്ടും. ബിന്നി ഒരു നല്ല ഗെയിമറാണ്. കുറച്ചും കൂടി ഇൻവോൾവ് ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ക മൈൻഡ് ഗെയിമറായിട്ട് മാറ്റും. കാരണം മാനിപ്പുലേറ്റ് ചെയ്ത് പറയാനും അതുപോലെ തന്നെ കറക്റ്റ് സ്ഥലത്ത് കുറിക്കൊണ്ട് ഡയലോഗ് അടിക്കാനൊക്കെ ബിന്നിക്ക് നല്ല കഴിവുണ്ട്. പിന്നെ RJ, ബിൻസി ഒരു ഓളത്തിന് ഇങ്ങനെ പോവായിരുന്നു. പക്ഷെ ഒന്ന് ഈ എവിക്ഷനൊക്കെ വന്നപ്പോ ഒന്ന് ആയതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. നല്ല രീതിയിൽ സ്ക്രീനിൽ ബിൻസിനെ കാണുന്നുണ്ട്. അതുപോലെ ആര്യൻ ഓൾവേസ് ഫുൾ ടൈം എന്താ പറയാ ബിഗ് ബോസിന് വേണ്ടിയിട്ട് തുനിഞ്ഞു വന്നേക്കുന്ന ഒരാളാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ആ ബാഡ്ജ് ഇപ്പോഴും ആര്യന്റെ കയ്യിലുള്ളത്. പിന്നെ അനുമോള് ശരിക്കും ലേഡീസിനകത്ത് നല്ലൊരു എന്താ പറയാ കപ്പാസിറ്റി ഉള്ള ഒരാളാണ്. ജിസേലിനെ പോലുള്ള ഒരാൾക്ക് ബോയ്സിന്റെ എല്ലാ സപ്പോർട്ട് ഉണ്ടായപ്പോഴും ജിസേലിനെ ചോദ്യം ചെയ്യാനും ജിസേൽ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനും എല്ലാം അനുമോള് മാത്രമാണ് അവിടെ മുൻകൈ എടുക്കുന്നത്. വേറെ ആരെങ്കിലും ഒരാൾ ജിസേലിനെ ചോദ്യം അനുമോള് ചെയ്യാതെ ചെയ്യുന്നുണ്ടോ? ഇല്ല, അനുമോളാണ് പല കാര്യങ്ങളും അവിടെ ഉണ്ടാവുന്നത്. അനുമോളുടെ സംസാരത്തിൽ നിന്നാണ് പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുള്ളത്. അനുമോള് ശരിക്കും ഗെയിം ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ഇന്ന് അനീഷിനെയാണ്, അതായത് ഇന്നത്തെ ടാസ്ക് രാവിലെ ഒരു മോർണിംഗ് ടാസ്ക് ഉണ്ടായിരുന്നു പഴുത്തിലെയും പച്ചിലെയും. അതിനകത്ത് സംഭവം ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. ഈ ഫേക്ക് ഗെയിം കളിക്കുന്നവര് സേഫ് ഗെയിം കളിക്കുന്നവര്, നല്ല ഗെയിമേഴ്സ്, അതുപോലെ തന്നെ പ്രശ്നം ഉണ്ടാക്കി ക്യാമറ അറ്റൻഷൻ മേടിക്കുന്നവര്, ഇവരുടെയൊക്കെ ഒരു ലിസ്റ്റ് തയ്യാറാക്കിയപ്പോൾ എല്ലാവരും പ്രശ്നം ഉണ്ടാക്കി ക്യാമറ അറ്റൻഷൻ മേടിക്കുന്നവരുന്നത് അനീഷിനെ പറഞ്ഞപ്പോൾ അനുമോളാണ് അവിടെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അഭിപ്രായം പറഞ്ഞത്. അനുമോള് പറഞ്ഞ പേര് നിവിന്റെ പേരായിരുന്നു. പിന്നെ ഗെയിമേഴ്സിന്റെ കാര്യം പറഞ്ഞപ്പോഴും എല്ലാവരും നല്ല രീതിയിനകത്ത് ഓരോരുത്തരും പറഞ്ഞപ്പോഴും അനുമോള് അനീഷിനെയാണ് പറഞ്ഞത്. കാരണം അനുമോൾക്ക് ആ ഗെയിം മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു പൊട്ടൻഷ്യൽ ഉള്ള ആളാണ്. ആ കരച്ചിൽ ഒന്ന് അവോയ്ഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ ഒരാളുടെ ഇമോഷൻസ് ആണ്. ചിലവർ നന്നായിട്ട് ലൗഡായിട്ട് ചിരിക്കുന്നവരായിരിക്കും, ചിലവർ നല്ല കൺട്രോൾ ഉള്ളവരായിരിക്കും, ചില ആൾക്കാർ ഭയങ്കരമായിട്ട് കരയുന്നവരായിരിക്കും, ചില കാര്യങ്ങൾക്ക് പെട്ടെന്ന് സെൻസിറ്റീവ് ആവും. ഈ സെൻസിറ്റീവ് ആവുന്ന കാര്യത്തിൽ അനുമോള് വീക്കല്ല, നമ്മൾ അനുമോള് വർഷങ്ങളായിട്ട് കണ്ടുവരുന്നല്ലേ. പക്ഷെ ആൾ ഇത്തിരി കൂടെ ഒന്ന് ബെറ്റർ ആയി കഴിഞ്ഞാൽ ദ സ്ട്രോങ് പ്ലെയർ ആണ്, മറ്റുള്ളവർക്ക് ഒരു ഭീഷണിയാണ്. ആ വീട്ടിലുള്ള ഒരുമിക്കവർക്ക് അനുമോൾ ഇഷ്ടമല്ല, കാരണം അനുമോള് സ്ട്രൈറ്റ് ആയിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ അനുമോൾ അങ്ങനെ. പിന്നെ ആദിലാൻ നൂറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും അവർ ഈ വീക്ക് ഒന്നും ഔട്ടായി പോകില്ല കേട്ടോ. കാരണം അവരൊരു സ്പെഷ്യൽ കണ്ടസ്റ്റന്റ് ആണ്. അവരൊരു 40 ദിവസമൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രം ഔട്ടായി പോകാൻ ചാൻസ് ഉള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ്. 100% ഉറപ്പിച്ച് പറയാ കാര്യം. പിന്നെ അതുപോലെ തന്നെ ഇവരുടെ കുറിച്ചൊരു നെഗറ്റീവ് എനിക്ക് തോന്നിയിട്ടുള്ളത്,
ഇവര് രണ്ടുപേരാണ്. ബാക്കി എല്ലാവരും ഒരാളായിട്ട് കളിക്കാൻ വന്നപ്പോൾ ഇവര് രണ്ടുപേരാണ്. ഇവര് പാർട്ട്നേഴ്സും ആണ്. ഇവർക്കുള്ള ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെന്റൽ ഹെൽപ്പ് അല്ലെങ്കിൽ മെന്റലി ഇവർ ഓക്കെയാണ്. കാരണം ആളുടെ പാർട്ട്ണർ കൂടെയുണ്ട്. ബാക്കി എല്ലാവരും ഒറ്റപ്പെട്ട് അല്ലെങ്കിൽ സങ്കടവും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇവർക്ക് ആ ഒരു വിഷയം ഉണ്ടാവുന്നില്ല. ഇവർക്ക് മെന്റൽ ഹെൽത്ത് എവിടെയും ഇവർ നശിച്ചു പോകുന്നില്ല. ഒന്ന് പോകുമ്പോൾ മറ്റാൾ ചേർത്ത് പിടിക്കാനായിട്ടുണ്ട്. ഫിസിക്കൽ സ്ട്രെങ്ത്തിനകത്ത് ഇവർക്ക് രണ്ടുപേരുടെ പവർ ഉണ്ട്. ചിന്തിക്കാനുള്ള കാര്യത്തിനകത്ത് രണ്ടുപേരുടെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഇവർക്ക് ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്യാം. ഇപ്പൊ ഒരു പ്രശ്നത്തിലോട്ടാണ് പോകുന്നതെങ്കിൽ ഒരു സിറ്റുവേഷനിലാണെങ്കിൽ പോലും ഇവർക്ക് രണ്ടുപേർക്ക് രണ്ട് സിറ്റുവേഷൻസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളിനകത്ത് ഇവർക്ക് മറ്റുള്ളവരെക്കാൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പക്ഷെ ചെയ്യുന്നില്ല എന്ന് പറയുന്നില്ല. അവരുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുന്നുണ്ടെങ്കിലും ആ ഒരു ട്രാക്കിലോട്ട് അവരായി എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഒരു സ്പെഷ്യൽ കണ്ടസ്റ്റന്റ് ആണ്. 40 ദിവസത്തിന് ശേഷം മാത്രം അവരുടെ ഔട്ട് നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി. അപ്പോ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇവരല്ലാത്ത ഇത്രയും പേരിൽ നിന്ന് ഒരാൾ ഔട്ട് ആവേണ്ടി വരും. അതെനിക്കൊരു അൺഫെയർ ആയിട്ടാണ് തോന്നിയത്. കാരണം രേണുവും സരികയൊക്കെ ഇവിടെ ഉള്ളപ്പോൾ ഈ പറഞ്ഞ അതിനുശേഷം നല്ലോണം ഗെയിം കളിക്കുന്ന ആൾക്കാർ ഔട്ടാവാന്ന് വെച്ചാൽ ഒരു ബിഗ് ബോസ് ആരാധിക എന്നുള്ള നിലയ്ക്ക് എന്നെ സംബന്ധിച്ച് ഭയങ്കര വിഷമമുള്ള ഒരു കാര്യമാണ്. എന്തായാലും അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു ഇവാലുവേഷൻ. നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ ഉണ്ടാവും, എതിരഭിപ്രായം ഉണ്ടാവും. എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പ്ലീസ്. നമ്മുടെ മുൻപോട്ടുള്ള യാത്രയിനകത്ത് നിങ്ങളുടെ ഓരോ വിലയേറിയ നിർദ്ദേശങ്ങളും, സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം കൂടുമ്പോഴാണ് നമുക്കൊരു പവർ ഉണ്ടാവും. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം.